നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJP ധാരണ നിഷേധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോലി സഖ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയ മുഖ്യമന്ത്രി 2016-ൽ നേമത്തെ BJP ജയം കോൺഗ്രസ് സഹായത്താലാണെന്നും ആരോപിച്ചു. മുഖ്യമന്ത്രി ചരിത്രം പഠിപ്പിക്കേണ്ടതും 1977-ൽ RSS പിന്തുണയോടെയാണ് പിണറായി വിജയൻ ജയിച്ചതെന്നും VD സതീശൻ തിരിച്ചടിച്ചു. ഡീൽ CPI-യും കോൺഗ്രസും തമ്മിലാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുടെ മറുപടി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDF-നെ വീണ്ടും അധികാരത്തിലെത്തിക്കാൻ CPI-യും BJP-യും തമ്മിൽ ഡീലുണ്ടാക്കിയെന്നതാണ് സംസ്ഥാനത്തെ മുഖ്യ പ്രചരണ വിഷയം. കോൺഗ്രസ് ഉന്നയിച്ച ആരോപണം ചർച്ചയാകുമ്പോൾ നിഷേധവുമായി മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കൾ രംഗത്തുണ്ട്. കോലി സഖ്യത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. എന്തായിരുന്നു കോലി സഖ്യം? വടകര പാർലമെന്റ് മണ്ഡലം, ബേപ്പൂർ അസംബ്ലി മണ്ഡലം, പാർലമെന്റ് ഒരു സീറ്റ്, അസംബ്ലിയിൽ ഒരു സീറ്റ് BJP-ക്ക് നൽകുന്നു. ആ സീറ്റുകൾ BJP-ക്ക് കൊടുക്കുമ്പോൾ മറ്റു സീറ്റുകളിലൊക്കെ RSS-ഉം BJP-യും UDF-നെ പിന്താങ്ങും. എന്നാൽ CPI-യും BJP ഡീൽ എന്ന ആരോപണം സജീവമാക്കി നിലനിർത്താനാണ് UDF-ന്റെ ശ്രമം. പാലക്കാടിന് പുറമെ കാസർഗോഡും മഞ്ചേശ്വരത്തും കോന്നിയിലും റാന്നിയിലും CPI-യും BJP ഡീലുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ജനസംഘ് ഉൾപ്പെട്ട ജനതാ പാർട്ടിയുടെ പിന്തുണയോടെ ജയിച്ച 1977-ലെ തെരഞ്ഞെടുപ്പ് ഓർമ്മിപ്പിച്ചാണ് ഡീൽ ആരോപണത്തിൽ പ്രതിപക്ഷം മുഖ്യമന്ത്രിക്ക് മറുപടി പറയുന്നത്. അതിനേക്കാളും മുമ്പുള്ള ഒരു ചരിത്രം ഉണ്ടല്ലോ. RSS-ന്റെ കൂടി പിന്തുണയോടുകൂടിയല്ലേ ജയിച്ചു വന്നത്. 77-ൽ അസംബ്ലിയിൽ ജയിച്ചു വന്നത് RSS-നോട് പിന്തുണയോടുകൂടിയല്ലേ. അപ്പം ഞങ്ങളെ ചരിത്രമൊന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കേണ്ട. മുഖ്യമന്ത്രിയുടെ ചരിത്രം ഇതാണ്, മനസ്സിലായില്ല. ഈ ഡീലാണ്. ഈ ഡീല് ഞങ്ങൾ പൊളിക്കും. ഡീൽ ആരോപണം നാടകമാണെന്നാണ് BJP നേതൃത്വത്തിന്റെ തിരിച്ചടി. ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായ CPI-യും കോൺഗ്രസും കേരളത്തിൽ പരസ്പരം എതിർക്കുന്നത് നാടകമെന്നാണ് വിമർശനം. 27 സംസ്ഥാനത്തിലും 8 യൂണിയൻ ടെറിട്ടറിയിലും ഒരുമിച്ച് മത്സരിക്കുന്നത് ആരാണ്? CPI-യും കോൺഗ്രസ് അല്ലേ. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ ഒരുമിച്ച് മത്സരിക്കുന്ന ആരാണ്? CPI-യും കോൺഗ്രസ് അല്ലേ. അങ്ങനെ ഇപ്പോൾ ഒരു പുതിയൊരു നാടകം തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ മാത്രം CPI-യും കോൺഗ്രസും നാടകം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്ത്യ അലയൻസ് എന്തുകൊണ്ട് CPI-നെ പുറത്താക്കുന്നില്ല? പ്രചരണത്തിൽ മുഖ്യ വിഷയങ്ങളാകുമെന്ന് കരുതപ്പെട്ടിരുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള പോലുള്ളവയെ മറികടന്നാണ് CPI-യും BJP ഡീൽ രംഗം കൈയടക്കുന്നത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.